ഡിസംബർ 22 തിങ്കളാഴ്ച. ലൂക്ക 1:46 മുതൽ 56 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വായനയിൽ എലിസബത്തിൻ്റെ ആശംസയ്ക്ക് മറുപടിയായി മറിയം ആലപിച്ച മാഗ്നിഫിക്കറ്റ് എന്നറിയപ്പെടുന്ന ശക്തമായ ഒരു സ്തുതിഗീതം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തോടുള്ള മറിയത്തിൻ്റെ ആഴമായ ഭക്തിയും നന്ദിയും ഈ സ്തുതിഗീതം വെളിപ്പെടുത്തുന്നു. എളിമ, ദിവ്യനീതി, ദൈവത്തിൻ്റെ കരുതൽ എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതിഫലനത്തിന് ഇത് വേദിയൊരുക്കുന്നു. സ്നാപയോഹന്നാനെ അത്ഭുതകരമായി ഗർഭം ധരിച്ച എലിസബത്തിനെ മറിയം സന്ദർശിച്ചതിൻ്റെ പശ്ചാത്തലം മറിയത്തിൻ്റെ വാക്കുകൾക്ക് അർത്ഥം നൽകുന്നു. ഒരു മിശിഹായെക്കുറിച്ചുള്ള യഹൂദ പ്രതീക്ഷകളുടെയും നസ്രത്തിൽ നിന്നുള്ള ഒരു യുവതി എന്ന നിലയിൽ മറിയത്തിൻ്റെ എളിമയുള്ള പദവിയുടെയും പശ്ചാത്തലത്തിൽ അവളുടെ ഗാനം ഒരു വിപ്ലവകരമായ സ്വരം സ്വീകരിക്കുന്നു. എളിയവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രീതി പ്രഖ്യാപിക്കുന്നു. പ്രശസ്ത അമേരിക്കൻ മെത്തഡിസ്റ്റ് ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന സ്റ്റാൻലി ജോൺസ് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു രേഖയാണ് മാഗ്നിഫിക്കറ്റ്. ഒന്നാമതായി, ദൈവം എളിയവരെ അനുഗ്രഹിക്കുന്ന ഒരു ധാർമ്മിക വിപ്ലവത്തെക്കുറിച്ച് മറിയം പാടുന്നു. രണ്ടാമതായി, ദൈവം ദരിദ്രരെ അനുഗ്രഹിക്കുന്ന ഒരു സാമൂഹിക വിപ്ലവത്തെക്കുറിച്ച് പാടുന്നു. ഒടുവിൽ, ദൈവം വിശക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക വിപ്ലവത്തെക്കുറിച്ചാണ് മറിയം പാടുന്നത്. ഈ സ്തോത്രഗീതത്തിലെ പ്രധാന വാക്യങ്ങൾ മറിയത്തിൻ്റെ ആഴമായ വിശ്വാസത്തെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ധാരണയെയും പ്രകാശിപ്പിക്കുന്നു. അവളുടെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള മറിയത്തിൻ്റെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. അതേസമയം അവളുടെ ആത്മാവ് തൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര കൃപയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. എളിമയുള്ളവരോടുള്ള ദൈവത്തിൻ്റെ ശ്രദ്ധയെ അംഗീകരിക്കുന്നതും ഭാവി തലമുറകൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്ന പ്രവചനവും ചരിത്രത്തിലുടനീളം ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ ചിത്രീകരിക്കുന്ന ദിവ്യ ഇടപെടലിനെയും ഭാഗ്യങ്ങളുടെ വിപരീതാവസ്ഥയും അടിവരയിടുന്നു. 1 സാമുവേലിലെ ഹന്നായുടെ പ്രാർത്ഥനയും സങ്കീർത്തനം 34 കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള പ്രബോധനം തുടങ്ങിയ മറ്റ് ബൈബിൾ ഭാഗങ്ങളുമായി സമാന്തരമായി കണ്ടാൽ എളിമയുള്ളവരോടുള്ള ദൈവത്തിൻ്റെ മുൻഗണനയുടെയും അഹങ്കാരികളോടുള്ള അവൻ്റെ എതിർപ്പിൻ്റെയും ഒരു പ്രമേയം നാം കാണുന്നു. മറിയത്തിൻ്റെ ഗാനത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ വിശ്വാസികളിലേക്കും വ്യാപിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ കരുതലിനെയും നീതിയോടുള്ള അവൻ്റെ പ്രതിബദ്ധതയും ഇത് ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിൽ സാമൂഹിക ഘടനകൾ പലപ്പോഴും ശക്തരെ അനുകൂലിക്കുന്നിടത്ത് മറിയയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കാനും എല്ലാ സാഹചര്യങ്ങളിലും എളിമയുടെയും കൃതജ്ഞതയുടെയും മനോഭാവം വളർത്തിയെടുക്കാനും നമ്മെ വെല്ലുവിളിക്കുന്നു. അവസാനമായി, മറിയയുടെ മഹത്വം ദൈവത്തിൻ്റെ നീതിയുടെയും കരുതലിൻ്റെയും പരിവർത്തന ശക്തിയുടെ കാലാതീതമായ സാക്ഷ്യമായി നിലകൊള്ളുന്നു. അവളുടെ വാക്കുകളെയും എളിമയുടെയും ദിവ്യ ഇടപെടലിൻ്റെയും വിഷയങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാനും സ്തുതിയോടും നന്ദിയോടും കൂടെ പ്രതികരിക്കാനും നമുക്ക് പ്രചോദനം ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ,
അവൻ്റെ വിശ്വസ്തതയിലും എളിമയുള്ളവർക്കും വേണ്ടിയുള്ള കരുതലിനും നമുക്ക് ആശ്രയിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.